نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സമാധാരണീയരായ സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിനെ ശരിയാംവിധം സൂക്ഷിച്ചുകൊണ്ട് സംശുദ്ധിയോടെ ജീവിതം ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ചിട്ടയോടെ ജീവിതം നയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ അന്തിമഘട്ടത്തിലാണ് മുസ്ലിം ലോകമുള്ളത്. സത്യവിശ്വാസികൾ അവരുടെ വീടകങ്ങളും പരിസരങ്ങളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പടുത്തുയർത്തിയിട്ടുള്ള മസ്ജിദുകളും ചുറ്റുപാടും എന്ന് ബന്ധപ്പെടുന്ന മേഖലകളെല്ലാം പരിപൂർണമായും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള മഹായജ്ഞത്തിലാണ്. ഭൗതികമായ ഈ ഒരു തയ്യാറെടുപ്പിനോടൊപ്പം തന്നെ ആത്മീയമായ മേഖലയിലുള്ള തയ്യാറെടുപ്പുകളും നടന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് ശഅബാൻ മാസത്തെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുന്നു എന്നുള്ളത്, വിശിഷ്യ വ്രതാനുഷ്ഠാനത്തിലൂടെ. അതേപ്രകാരം വരാനിരിക്കുന്ന റമദാൻ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയാം വിധം മനസ്സിലാക്കുന്നതിന് വേണ്ടി അഹ്ലൻ റമളാൻ എന്ന പേരിൽ പള്ളികളിലും ഓഡിറ്റോറിയങ്ങളിലുമെല്ലാം നടക്കുന്ന വിശേഷൽ പ്രോഗ്രാമുകൾ എന്നുള്ളത് നാം അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടത്, ഈ ആരാധനകളിലൂടെയും അനുഷ്ഠാന കർമ്മങ്ങളിലൂടെയും വ്യത്യസ്തമായ രൂപത്തിലുള്ള ഉത്ബോധനങ്ങളിലൂടെയും അനിവാര്യമായും നേടണമെന്ന് ഇസ്ലാം ആഗ്രഹിക്കുന്ന മൂല്യങ്ങൾ നേടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ വചനത്തിലെ 183-ാമത്തെ ആയത്തിൽ ഇപ്രകാരം പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് വ്രതാനുഷ്ഠാനം നിയമമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈവരിക്കുന്നതിന് വേണ്ടി. എല്ലാ മതങ്ങളിലും വ്രതാനുഷ്ഠാനമുണ്ട്. പൂർവികമായ സമുദായങ്ങളിലൊക്കെ വ്രതം നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നിയമമാക്കപ്പെട്ടിട്ടുള്ളതുപോലെ ആഖിറുൽ ഉമ്മ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതാനുഷ്ഠാനം നിയമമാക്കിയിരിക്കുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. പൂർവിക സമുദായങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവർ ആചരിച്ചു വരുന്ന വ്രതാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് പഠന വിധേയമാക്കുമ്പോൾ ഒന്നുകിൽ അത് തീവ്രമായിരിക്കും, അതല്ലെങ്കിൽ വളരെ ഉദാരപൂർവമായ സമീപനത്തിലൂടെയുള്ള ഉപവാസങ്ങളാണ്. ചില മതങ്ങളിൽ 40 ദിവസത്തെ ഉപവാസം ഒരു വ്രതമായി, ഒരു നോമ്പായി പരിഗണിക്കുന്നുണ്ട്. വേറെ ചില മതങ്ങളിൽ ഒരു ദിവസം മുഴുവനായി ഉമിനീര് പോലും അകത്ത് പ്രവേശിക്കാതിരിക്കത്തക്ക വിധമുള്ള സൂക്ഷ്മത പാലിച്ചാലാണ് യഥാർത്ഥത്തിലുള്ള നോമ്പായി മാറുന്നത്. വേറെ ചില മതങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ മാംസം, മത്സ്യം തുടങ്ങിയിട്ടുള്ളവ ഒഴിച്ച് അവർക്ക് ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ഉദാരമായിട്ടുള്ള സമീപനം. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇത് രണ്ടിനും മധ്യേയുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കണം. ഭാര്യ സംസർഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം എന്തിനു പരിശീലിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, വ്രതാനുഷ്ഠാനം നിയമമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തിന്റെ അവസാനമായി അല്ലാഹു പറയുന്നു, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാಗಿ മാറുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം വ്രതാനുഷ്ഠാനം നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിട്ടുള്ളത്, നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നോമ്പെടുക്കുന്ന ഒരു വ്യക്തിയിലൂടെ അവസാനമായി ശേഷിക്കേണ്ട സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ അത് തഖ്വയാണ്. നോമ്പിലൂടെ മാത്രമല്ല, ആരാധനകളെ സംബന്ധിച്ച് മൊത്തമായി പറഞ്ഞപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല 2-ാമത്തെ സൂറയിലെ 21-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചിട്ടുള്ള സാക്ഷാൽ രക്ഷിതാവായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക. എന്തിനു വേണ്ടിയാണ് എന്നല്ല, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി മാറുന്നതിന് വേണ്ടി. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ, നിങ്ങൾ പാഥേയം ഒരുക്കുക. നിങ്ങൾ ഒരുക്കുന്ന പാഥേയത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള പാഥേയം എന്ന് പറയുന്നത് തഖ്വയാകുന്നു. ബലികർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങൾ അറക്കുന്ന ബലിമൃഗങ്ങളുടെ രക്തമാകട്ടെ മാംസമാകട്ടെ അത് അള്ളാഹുവിന്റെ അടുത്തെത്തുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ അടുത്തെത്തുന്നത്, അള്ളാഹു സ്വീകരിക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ് എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളത്.
നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ ഇപ്രകാരത്തിലുള്ള പരാമർശങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ നമുക്ക് സാധിക്കും. അഥവാ ആരാധനകളിലൂടെ, നിർബന്ധമായ ആരാധനകളിലൂടെയും ഐച്ഛികമായ ആരാധനകളിലൂടെയും ഇസ്ലാം നിഷ്കർഷിക്കുന്ന അനുഷ്ഠാന മുറകളിലൂടെയും ഒരു വിശ്വാസിയിൽ അനിവാര്യമായും ഉണ്ടായിത്തീരേണ്ട സൽഫല സിദ്ധി എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വയാണ് എന്നതുകൊണ്ട് തന്നെ എന്താണ് തഖ്വ എന്നുള്ളത് ഓരോ വിശ്വാസിയും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ ഹുവ തഖ്വ, എന്താണ് തഖ്വ? അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദ്യകർത്താവിനോട് ചോദിച്ചു, അമാ സലക്ത ത്വരീഖൻ ഫീഹി ശൗഖ്, നീ മുള്ളുള്ള ഒരു വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ഫഅജാബ സായിലു നഅം, അപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞു, അതെ, ഞാൻ മുള്ളുള്ള വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ഫമാ സനഅത്, മുള്ളുള്ള ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിഅന്നഹു യബ്തഇദു അനി ശൗഖി വയതജന്നബ, ആ മുള്ള് തന്റെ ശരീരത്തിൽ പതിക്കാതിരിക്കുന്നതിന് വേണ്ടി പരമാവധി സൂക്ഷ്മത പാലിക്കും, പരമാവധി ആ മുള്ളിൽ നിന്ന് അകന്നു കഴിയാൻ വേണ്ടി ശ്രമിക്കും. തന്റെ ശരീരത്തിൽ മാത്രമല്ല, തന്റെ വസ്ത്രത്തിൽ പോലും ആ മുള്ളിൽ നിന്നുള്ള ഒന്നുപോലും പതിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങേയറ്റത്തെ ശ്രദ്ധയും സൂക്ഷ്മതയും ജാഗ്രതയും ഞാൻ കാണിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫദാക ഹുവ തുഖ, അതിന് തന്നെയാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഐച്ഛികമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആരാധനകളിലൂടെ, അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ ഒരു വിശ്വാസിയിൽ അനിവാര്യമായും ഉണ്ടായിത്തീരേണ്ട ബോധം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള മേഖലകളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കണം എന്ന ബോധമാണ്. തീർച്ചയായും സ്വർഗ വഴിയിൽ പ്രവേശിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആ പാതയിൽ നിന്നും നമ്മെ പിടിച്ചു നിർത്തുന്ന, ആ പാതയിൽ നിന്നും നമ്മെ പിന്നാക്കം വലിക്കുന്ന ഒട്ടധികം സംഗതികളെ നാം കാണേണ്ടി വരും. അസത്യവുമായി ബന്ധപ്പെട്ട, അധർമ്മവുമായി ബന്ധപ്പെട്ട, അധാർമികതയുമായി ബന്ധപ്പെട്ട, അനീതിയുമായി ബന്ധപ്പെട്ട എന്ന് വേണ്ട വ്യത്യസ്തമായിട്ടുള്ള അരുതായ്മകളുമായി ബന്ധപ്പെട്ട മേഖലകളിലൂടെ നാം മുന്നോട്ട് നീങ്ങേണ്ടി വരും, നാം കാണേണ്ടി വരും, നമുക്ക് പ്രതിബന്ധമായി അവിടെ നിൽക്കേണ്ടി വരും. ആ ഒരു സന്ദർഭത്തിൽ ഞാൻ ഒരു വിശ്വാസിയാണ് എന്നുള്ള ബോധം വിസ്മരിച്ചുകൊണ്ട് അസത്യം നാം പറഞ്ഞു പോയാൽ, ചെയ്തു പോയാൽ, അധർമ്മ കാര്യത്തിലേക്ക് നാം നീങ്ങിപ്പോയാൽ, അധർമ്മത്തിന് നാം കൂട്ടുപിടിച്ചാൽ, നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട വിശ്വാസി അനീതി പ്രവർത്തിച്ചാൽ, അനീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചാൽ, തീർച്ചയായും അതെല്ലാം നന്മയിൽ നിന്ന്, നേരായ വഴിയിൽ നിന്ന്, സ്വർഗപാതയിൽ നിന്ന് നമ്മെ പിടിച്ചു വലിക്കുന്ന ചില മുള്ളുകളാണ്, കൊളുത്തുകളാണ്. ആ മുള്ളുകളിൽ, കൊളുത്തുകളിൽ നാം കുടുങ്ങുവാൻ പാടില്ല തന്നെ. അങ്ങനെ കൊളുത്തുകളിൽ നാം പെടാതിരിക്കണമെങ്കിൽ നമുക്ക് അടിയുറച്ച വിശ്വാസം ഉണ്ടാകണം, പരലോകത്തെ സംബന്ധിച്ചുള്ള ദൃഢബോധ്യം ഉണ്ടാകണം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള പ്രമാണങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധവും ആ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ താൻ തന്റെ ജീവിതത്തെ ക്രമീകരിക്കണമെന്നുള്ള ചിന്തയും ഉണ്ടാകണം. സർവോപരി ഞാൻ ഈ ലോകത്ത് നിന്നും ഏത് സന്ദർഭത്തിലും, ഏത് ഘട്ടത്തിലും, ഏത് സാഹചര്യത്തിലും പരലോകത്തേക്ക് യാത്രയാകാൻ വേണ്ടി ഇരിക്കുന്നവനാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കണം. മരണം എന്ന ബോധം നമ്മുടെ മനസ്സിനെ നിരന്തരമായി ഭരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് തഖ്വയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹിയൽ ഖൗഫു മിനൽ ജലീൽ, തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമൽ ബിത്തൻസീൽ വൽറിളാ ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അത് മഹോന്നതനായ രക്ഷിതാവിനെ ഭയപ്പെടുക എന്നുള്ളതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിലെ ആശയങ്ങളുടെ സമ്പൂർത്തീകരണമായ വിശദീകരണമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവ ശരിയാം വിധം മനസ്സിലാക്കി പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള ദുനീവിയായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ അത് പരമാവധി സമാഹരിക്കണം എന്ന ചിന്ത ഒഴിവാക്കി എനിക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് ആ കിട്ടിയിട്ടുള്ള കാര്യത്തിൽ സമ്പൂർണമായും സംതൃപ്തി അടയുക. ഈ ലോകം എന്ന് പറയുന്നത് നശ്വരമാണ്, നൈമിഷികമാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും ഞാൻ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുമെന്നുള്ള ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ സമ്പൂർണമായും ദൈവികമായ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് ക്രമീകരിക്കുക. ഇതിനാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ആരും കണ്ടില്ലെങ്കിലും അള്ളാഹു കാണുമെന്നുള്ള തികഞ്ഞ ബോധ്യത്തിന്റെ വെളിച്ചത്തിൽ സർവമാന തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുകയും മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കാൻ കഴിയണമെന്ന് വിചാരിച്ചുകൊണ്ട് നന്മകൾ വാരി പുണരുകയും ചെയ്യുന്നതിനാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, ആ തഖ്വ നേടിയെടുക്കുവാൻ പിന്നിട്ട നാളുകളിലെ നമ്മുടെ വ്രതാനുഷ്ഠാനത്തിലൂടെ, നമ്മുടെ നമസ്കാരങ്ങളിലൂടെ, നമ്മുടെ മറ്റ് ആരാധനാ കർമ്മങ്ങളിലൂടെ, അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ നിർവഹിച്ചതിനേക്കാൾ കൂടുതൽ വ്രതമെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അവർ സാക്ഷിയായതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ ഈ വിശുദ്ധമായ റമളാൻ മാസത്തിന് സാക്ഷികളാകുവാൻ സാധിച്ചിട്ടുള്ളവരാണ് നമ്മിൽ പലരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ആരാധന നിർബന്ധമായ ആരാധനകൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്ക് ലഭ്യമായിട്ടുള്ള സമയത്തെക്കാൾ കൂടുതൽ അവസരങ്ങൾ, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, സമയങ്ങൾ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം 9 വർഷം മാത്രമേ നിർബന്ധമായ വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകളിൽ ജീവിച്ചിരുന്നിട്ടുള്ളൂ. നാം മനസ്സിലാക്കിയതുപോലെ ഹിജ്റ 2-ാം വർഷത്തിലാണ് റമദാൻ മാസത്തിൽ നമുക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം 9 വർഷം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിട്ടുള്ളൂ. സഹാബികളിൽ പലരും അപ്രകാരം തന്നെ. എന്നാൽ നാം ഓരോരുത്തരും നമ്മിൽ പലരും 9 അല്ല 10, 20, 30, 40, 50, ഒരുപക്ഷെ 60 വർഷങ്ങൾ വിശുദ്ധമായ റമളാൻ മാസത്തിന് സാക്ഷികളാവാൻ സാധിച്ചവരും വ്രതം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളവരുമാണ്. നാം ആലോചിക്കേണ്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവർ അവരുടെ ജീവിതത്തിൽ നോറ്റിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കാലം, വർഷം നോമ്പ് നോറ്റിട്ടുള്ള നമുക്ക് അവർ അവരുടെ ഹ്രസ്വമായ കാലഘട്ടത്തിലൂടെ നിർവഹിച്ചിട്ടുള്ള ആരാധനകളിലൂടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള ജീവിത വിശുദ്ധി ശരിയാവിധം കാഴ്ചവെക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങൾ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ബാഹ്യതല സ്പർശിയായി മാറും. നാം മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിലുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരാധനകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്നത് എന്ന് പറഞ്ഞാൽ കേവലം കുമ്പിടുക എന്നതല്ല, കേവലം നിൽക്കുക, കേവലം ഇരിക്കുക, കേവലം കുനിയുക എന്നുള്ളതല്ല. മറിച്ച് മഹാനായ ഉമർ സാനി, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ളത് പോലെ, ലൈസ തഖ്വല്ല ബിസിയാമിൻ നഹാരി വലാ ബിഖിയാമിൽ ലൈൽ വലാകിൻ തഖ്വല്ല തർക്കു മാ ഹറമല്ലാഹ് വഅദാഉ മാ ഇഫ്തറല്ലാഹ്. തീർച്ചയായും തഖ്വ എന്ന് പറഞ്ഞാൽ ആരാധനകളിലൂടെ അനിവാര്യമായും ഉണ്ടായിത്തീരണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്ന തഖ്വ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ നമസ്കാരത്തിലൂടെ
അനിവാര്യമായും നാം നിർവഹിക്കേണ്ട വ്രതാനുഷ്ഠാനത്തിലൂടെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലൂടെ, ബലികർമ്മങ്ങളിലൂടെ എല്ലാം ഉണ്ടായിത്തീരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ചിട്ടുള്ള തഖ്വ എന്ന് പറയുന്നത്, വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പകൽ വേളകളിൽ പട്ടിണി കിടക്കുക എന്നതല്ല, വലാബി ഖിയാമിൽ ലൈൽ, രാത്രിയിൽ നിന്ന് നമസ്കരിക്കുക എന്നുള്ളതുമല്ല. മറിച്ച് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുള്ള മേഖലകളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് നിയമമാക്കിയിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ സമ്പൂർണമായും പ്രവൃത്തി പദത്തിൽ വരുത്തുക എന്നുള്ളതാണ്. ആരാധനകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലും, വ്രതാനുഷ്ഠാനത്തിന്റെ നാളുകൾ കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശരിയാംവിധം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അത് എനിക്ക് ഹാജരാക്കപ്പെടും, അതിൽ ഞാൻ ചോദിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ ജീവിതത്തെ ശരിയാംവിധം നേരെയാക്കി തീർക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നിയമങ്ങൾ ശരിയാം വിധം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളോട് വിട്ടുനിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അത് എത്ര ചെറുതാണെങ്കിലും ആ മേഖലയിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുക, ഇതിനാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ നേടിയെടുക്കുവാൻ പിന്നിട്ട നാളുകളിലെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ, പിന്നിട്ട വർഷങ്ങളിലെ ഉപവാസങ്ങളിലൂടെ, നമസ്കാരങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, മറ്റു ആരാധനാ കർമ്മങ്ങളിലൂടെ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത റമദാനിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ചില മേഖലകളിൽ തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്ന് നമുക്ക് ബോധ്യം വരും. ആ തിരുത്തലുകൾ നടത്തുവാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള അവസരമാണ് നമുക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് നാഥാ, പരിപൂർണമായും ഈ മാസത്തെ വരവേറ്റുകൊണ്ട് ആ മാസത്തിൽ സാക്ഷിയാകുന്നതിന് വേണ്ടി, ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുന്നതിന് വേണ്ടി, നീ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി തൗഫീഖ് പ്രദാനം ചെയ്യണം എന്ന് ആത്മാർത്ഥമായി നാം ഓരോരുത്തരും പടച്ചറബിനോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫയാ അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത്, ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്രതം നിർബന്ധമാക്കിയിട്ടുള്ളത് ഒരു മാസ കാലഘട്ടമാണ്. 29-30 ദിവസങ്ങളിലാണ് വർഷത്തിൽ ഒരു വിശ്വാസി നിർബന്ധമായും വ്രതമെടുക്കേണ്ടത്. അയ്യാമൻ മഅദൂദാത്ത്, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. നിർണിതമായിട്ടുള്ള ദിവസങ്ങളിലാണ് വ്രതമെടുക്കേണ്ടത്. ആ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ, മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുത്താൽ മതി. വളരെയധികം ഞെരുങ്ങി പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരാൾക്ക് വ്രതമെടുക്കാൻ സാധ്യമാകുന്നതെങ്കിൽ അങ്ങനെ അയാൾ ബുദ്ധിമുട്ടണമെന്നില്ല. അയാൾക്ക് സാധുവിന് ദണ്ഡം കൊടുക്കാവുന്നതാണ്. ആർക്കെങ്കിലും കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതവന് ഉത്തമമായിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ വ്രതമെടുക്കുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്, നിങ്ങൾ അറിയുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആജ്ഞാപിക്കുന്നത് എണ്ണപ്പെട്ട ദിവസങ്ങളിൽ മാത്രമാണ്
നിർബന്ധമായ വ്രതമെടുക്കേണ്ടത് എന്നാണ്. ആ നാളുകളിൽ നമുക്ക് ദുഷ്കരമായ ഒരു യാത്രയുണ്ടെങ്കിൽ റമദാനിൽ നോമ്പെടുക്കൽ നിർബന്ധമില്ല. നാം രോഗശയ്യയിലാണെന്ന് വിചാരിക്കുക, അപ്പോഴും നോമ്പെടുക്കേണ്ടതില്ല. എന്നാൽ യാത്രക്കാരനും രോഗിയും പിന്നീട് നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണ്. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പിന്നീടും നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയാത്ത വിധം ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കും. പക്ഷെ അങ്ങേയറ്റത്തെ വിഷമം ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നോമ്പെടുത്താൽ അയാളുടെ രോഗം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകളാണെങ്കിൽ അവർ ഗർഭിണികളായിരിക്കെ നോമ്പെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാം. മുലയൂട്ടുന്ന സ്ത്രീകളാണെങ്കിൽ കുഞ്ഞിന് പാല് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം, അവസ്ഥയുണ്ടാകാം. അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ റമളാനിൽ നോമ്പെടുക്കുന്നത് നീട്ടിവെക്കാവുന്നതാണ്, മാറ്റിവെക്കാവുന്നതാണ്. പക്ഷെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ രോഗാവസ്ഥയിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടതില്ല. ദീൻ എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് എളുപ്പമാണ്. അവർക്ക് തണ്ടം കൊടുത്തുകൊണ്ട് നോമ്പിൽ നിന്ന് ഒഴിവാക്കണം. അപ്പൊ തണ്ടം കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പലരും സംശയമായി ചോദിക്കാറുണ്ട്. എത്ര കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം? ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നാണ് ഖുർആനിൽ അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക. എത്ര അളവ് എന്നവിടെ പറഞ്ഞിട്ടില്ല. ഏതായിരിക്കണം ഭക്ഷണമെന്നും സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ ഹദീസുകൾ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു നോമ്പിന് ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക എന്നാണ്. ശാരീരികമായി അങ്ങേയറ്റത്തെ പ്രയാസമുള്ള, നോമ്പ് പിന്നീട് നോറ്റ് വീട്ടാൻ കഴിയാതിരിക്കുന്ന, എനിക്ക് കഴിയുകയില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ആളുകൾക്ക് തണ്ടം കൊടുക്കാം. സാധുവിന് ഭക്ഷണം കൊടുത്തുകൊണ്ട് നോമ്പിൽ നിന്ന് ഒഴിവാകാം. സാധുവിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നോമ്പിന് ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക എന്നതാണ്. അപ്പോൾ അതിന്റെ അളവ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മുദ് എന്നാണ്, അഥവാ കാസാ എന്നാണ്. കാസാ എന്ന് പറഞ്ഞാൽ ഏകദേശം 750 ഗ്രാം, ഇതിനേക്കാൾ ഒരു പക്ഷത്തിൽ അധികം ഉണ്ടാവാം. മിനിമം 750 ഗ്രാം നാട്ടിലെ മുഖ്യമായിട്ടുള്ള ആഹാരം അത് കഴിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒന്നുകിൽ പാചകം ചെയ്തിട്ടോ അതല്ലെങ്കിൽ അതിന്റെ വിഭവങ്ങളോ നൽകുക എന്നതാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ, അവസാന വർഷങ്ങളിൽ നോമ്പെടുക്കാൻ അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടായപ്പോൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് സാധുക്കൾക്ക് നൽകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഭക്ഷണം പാചകം ചെയ്ത് സാധുവിന് നൽകിയാൽ മതി. അത് കഴിയാതിരിക്കുന്ന പക്ഷം അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഒരു നോമ്പിന് 700, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ 750 ഗ്രാം അരിയും അതിന്റെ ചേരുവകളും, അത്രയും കാര്യങ്ങൾ ഓരോ നോമ്പിനും കണക്കാക്കി എത്തിച്ചു കൊടുത്താൽ ആ നോമ്പിന്റെ നിർബന്ധത്തിൽ നിന്ന് അവർ ഒഴിവായിത്തീരും. ഗർഭിണികളാണ്, അതല്ലെങ്കിൽ മുലയൂട്ടുന്നവരാണ്, അവർ റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർക്കത് നോറ്റ് വീട്ടാവുന്നതാണ്. ഈ പറഞ്ഞതിനേക്കാൾ അധികം ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വ്രതമെടുക്കുക എന്നത് തന്നെയാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ച ഇത്തരത്തിലുള്ള ആരാധനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മര്യാദകളുമെല്ലാം ശരിയാം വിധം മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക. ആരാധനകളിലൂടെ അനിവാര്യമായി ഉണ്ടായിത്തീരണമെന്ന് ആവർത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജീവിത സംശുദ്ധി അത് കൈവരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ബോധമുള്ളവരാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറമം ഇന്നഹാ സഅത് മുസ്തഖറൻ മുഖാമം. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.